അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരള മനസാക്ഷിയെ ഒന്നാകെ പിടിച്ചു കുലുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. എന്തിനാണ് അഫാൻ എന്ന പേരുള്ള 23 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഈ ക്രൂരതകളൊക്കെ ചെയ്തത് എന്നുള്ളതിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ക്രൂരതകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് വിശ്വസിക്കാൻ ഒരാൾക്കും കഴിയുകയുമില്ല. കാരണം അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത്രയും കാലം ഈ കൃത്യം നടത്തുന്ന ദിവസം വരെ എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറിയിരുന്നൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ കുറിച്ചൊരു മോശം അഭിപ്രായം ആരും പറയുന്നത് കേൾക്കുന്നില്ല. നാട്ടിൽ കച്ചറ ഉണ്ടാക്കുന്നവനാണ് എന്നോ അതല്ലെങ്കിൽ അവൻ മോശം സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നൊന്നും ആരും പറയുന്നില്ല. എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറിയുന്ന ഒരു ചെറുപ്പക്കാരൻ. അധിക നേരം ആരോടും സംസാരിക്കാറില്ലെങ്കിലും തൻ്റെ പരിചയക്കാരോടൊക്കെ കാണുമ്പോൾ സംസാരിക്കാറുള്ള, മച്ചാനെ എന്ന് വിളിച്ച് സംസാരിക്കാറുള്ള, ദൂരെ നിന്ന് കണ്ടാൽ പോലും കൈവീശി കാണിക്കാറുള്ള, ചിരിക്കാറുള്ള ഒരു ചെറുപ്പക്കാരനാണ് അഫാൻ എന്ന് പേരുള്ള ചെറുപ്പക്കാരൻ. തൻ്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നവനാണ് അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. തൻ്റെ അനിയൻ, തന്നെക്കാളും 10 വയസ്സിന് ഇളയ അനിയൻ അഫ്സാനെ ഭയങ്കര സ്നേഹമായിരുന്നു അത്ര. ഉപ്പ നാട്ടിലില്ലാത്തത് കൊണ്ട് ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് അഫ്സാന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അഫാനായിരുന്നു അത്ര. അഫ്സാന്റെ സ്കൂളിലെ ഫീസ് കൊടുത്തിരുന്നത്, അഫ്സാൻ എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാലും അത് ഉടനെ തന്നെ വാങ്ങി നൽകുമായിരുന്നു എന്നാണ്. വളരെ സ്നേഹമായിരുന്നു അഫ്സാനോടുണ്ടായിരുന്നത്. ആ അഫ്സാനെ എത്ര ക്രൂരമായിട്ടാണ് അഫാൻ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഒരടിയല്ല, തലയിലേക്ക് ചുറ്റിക്കൊണ്ട് ഒരടിയല്ല അടിച്ചിട്ടുള്ളത്. അനവധി തവണ അടിച്ച് തലയോട്ടി പിളരുന്ന രീതിയിൽ, അല്ലെങ്കിൽ തലച്ചോറ് വരെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് വളരെ ക്രൂരമായി ഈ അഫാൻ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുന്നു. പല മാധ്യമങ്ങളിലും പലപ്പോഴായി വാർത്തകൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യം ഉമ്മയുമായി എന്തൊക്കെയോ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ തുറന്നു ഉമ്മയുടെ കഴുത്ത് ഷാള് കൊണ്ട് മുറുക്കുന്നു, പിന്നെ ഉമ്മയെ നിലത്തടിക്കുന്നു. അങ്ങനെ ഉമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതി വാതിലടച്ച് നേരെ വല്യമ്മയുടെ അടുക്കലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് വല്യമ്മയുടെ അടുക്കൽ പോയും അവിടെയും ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല, ഒരു വാക്ക് തർക്കത്തിൻ്റെ കാര്യമൊന്നുമല്ല എന്നാണ് നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഒരു വാക്ക് തർക്കമുണ്ടായതിൻ്റെ പേരിലാണ് കൊലയെങ്കിൽ ആദ്യം തന്നെ കൊലപ്പെടുത്താനുള്ള ചുറ്റികയുമായിട്ട് ഇങ്ങനെ നടക്കില്ലല്ലോ. അപ്പം ഇത് നേരത്തെ തന്നെ വെൽ പ്ലാനഡ് ആണ്. കൃത്യമായി കൊലപാതകം നടത്തണം എന്നുള്ള പ്ലാനിലാണ്. അതും ഒരു സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ളൊരു കൊലപാതകമാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഈ ഒരു ക്രൂരത ചെയ്യുന്നതെങ്കിൽ അതിന് സ്വന്തം സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ സ്വയം ആത്മഹത്യ ചെയ്താൽ മതി, മറ്റുള്ളവരെ കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങനെ മറ്റുള്ളവരെ അങ്ങനെ കൊലപ്പെടുത്തുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പൈശാചികമായി കൊലപ്പെടുത്തുന്നത്? അത് വളരെ ക്രൂരമായി ഒരുപാട് തവണ ചുറ്റിക കൊണ്ടടിച്ച് ആ വല്യമ്മയെയൊക്കെ വളരെ ക്രൂരമായി ചുറ്റിക കൊണ്ടടിച്ച്, അതുപോലെ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ തൻ്റെ മൂത്താപ്പാൻ്റെ എളാപ്പാൻ്റെ വീട്ടിലേക്ക് വന്ന് തൻ്റെ മൂത്താപ്പയെ അബ്ദുൽ ലത്തീഫിനെ 20-ലധികം തവണ ചുറ്റിയ കൊണ്ട് തലക്കടിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ എല്ലാവരുടെയും മുഖം വളരെ വികൃതമാക്കിയിട്ടാണ് ഈ അഫാൻ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ മാത്രമുള്ള കൊലപാതകമാണ് എന്നൊന്നും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ കരുതാൻ ആർക്കും കഴിയുന്നില്ല. ആ ഒരു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തന്നെ ഓർത്ത് തൻ്റെ കാമുകിനെ ദുഃഖിക്കരുത്, അവൾ ഒറ്റയ്ക്കാവരുത്, തൻ്റെ കുടുംബത്തിന് ബാധ്യത ഉണ്ടാവരുത് എന്നൊക്കെ കരുതിയിട്ടാണ് കൊല നടത്തിയത് എന്ന് പറയുമ്പോൾ അതിനെന്തിന് കുടുംബത്തെ ഇത്രത്തോളം വേദനിപ്പിച്ച് കൊലപ്പെടുത്തണം? ഇത്രത്തോളം മാരകമായി വീണ്ടും വീണ്ടും തലയ്ക്ക് വീണ്ടും വീണ്ടും മടിച്ച് ആ ചോര തൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നത് ആസ്വദിച്ച്, അവരുടെ തല ഇങ്ങനെ ചിതറുന്നത് കണ്ട് ആസ്വദിച്ച് കൊലപ്പെടുത്തുകയല്ലേ യഥാർത്ഥത്തിലൂടെയൊക്കെ ചെയ്തിട്ടുള്ളത്. തൻ്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് തല തല്ലിപ്പൊളിക്കുന്നു. താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ അനിയനെ മന്തി വാങ്ങാൻ വിട്ടാക്കി മന്തി കഴിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് തൻ്റെ അനിയൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അനിയനെ തലടിച്ച് പൊളിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഒരു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യും? ഇതൊന്നുമല്ല, ഇത് മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങളാണ്. ഇതും ഉണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്തുമോ? ഒരു താൻ ഏറെ സ്നേഹിക്കുന്ന വ്യക്തിയെ, കുടുംബക്കാരെ ഇങ്ങനെ മൃഗീയമായ ഒരു മനുഷ്യൻ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ കൊലപ്പെടുത്തുമോ? അല്ല, ഇത് മറ്റെന്തൊക്കെയോ ചില കാരണങ്ങളും ഒരു പക്ഷേ ഇതിന് പിന്നിൽ ഉണ്ടാകാം. അതൊരു പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും ചില മാധ്യമങ്ങളിലൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞ്, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതായിരിക്കാം എന്നൊക്കെ. ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാവും. ഏതെങ്കിലുമൊക്കെ ക്രൂരതകൾ നിറഞ്ഞ സിനിമകൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു ക്രൂരതകൾ തന്നെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു
ക്രൂരത ഒരു സുപ്രഭാതത്തിൽ തൻ്റെ കുടുംബത്തോട് കാണിച്ചതാവാനാണ് ഒരു സാധ്യത. അല്ലാതെ ഒരു ചെറുപ്പക്കാരന് ഒരു സാമ്പത്തിക ബാധയുടെ പേരിൽ തൻ്റെ ഉമ്മയെയും തൻ്റെ മറ്റവരെയൊക്കെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ട് അവരിങ്ങനെ ക്രൂരമായി വേദനിപ്പിച്ചിട്ട് ഒരു വിഷമവുമില്ലാതെ കൂളായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ കഴിയുക? അവന് യാതൊരുവിധ കൂസലുമില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ മറ്റെന്തോ ചില പൈശാചിക ദുർബോധനങ്ങൾ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സിനിമയിൽ നിന്നോ മറ്റൊക്കെ കണ്ടിട്ടുള്ള ചില പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ ഈ ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതും ഒരിടത്ത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായൊരു ദേഷ്യത്തിലുള്ള കൊലപാതകമല്ലല്ലോ. തൻ്റെ ഉമ്മയെ അടിച്ചു വീഴ്ത്തുന്നു, എന്നിട്ട് 10-14 കിലോമീറ്റർ അപ്പുറത്തുള്ള വല്യമ്മയുടെ അടുക്കിലേക്ക് പോകുന്നു, വല്യമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു, അത് കഴിഞ്ഞിട്ട് തൻ്റെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെ കറങ്ങി നടന്നിട്ടാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഒരല്പം പോലും ഒരു മനസ്സിനൊരു ഇടർച്ചയുണ്ടായിട്ടില്ല. വളരെ കൂളായിട്ട് പോകുന്ന CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടില്ലേ, മൂത്താപ്പാൻ്റെ വീട്ടിലേക്കും മറ്റുമൊക്കെ കയറി പോകുന്ന ദൃശ്യങ്ങൾ. ഒരു കുഴപ്പമില്ലാതെ കൂളായി ബൈക്കിൽ പോകുന്നു, അവിടെ പോയി കൃത്യം നിർവഹിക്കുന്നു, എന്നിട്ട് കൂളായി തിരിച്ചു വരുന്നു. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് നേരെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ചാവിയും കിറക്കി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിച്ചില്ല. ഒന്നുകിൽ അവന് പെട്ടെന്ന് എന്തെങ്കിലും മാനസികമായിട്ടുണ്ടാവണം, മാനസിക രോഗിയായി മാറിയിട്ടുണ്ടാവും, എന്തെങ്കിലും ചില ഇത്തരത്തിലുള്ള എന്തെങ്കിലും മോശം സിനിമകളോ മറ്റൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സങ്ങ് മാറിയിട്ടുണ്ടാവണം. അങ്ങനെയല്ല ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലാതെ നോർമൽ ഒരു മനുഷ്യൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ. നിലവിലും ലഹരി ഉപയോഗിച്ചതായെന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു. ചില മാധ്യമങ്ങളൊക്കെ കള്ളു കുടിച്ചിട്ടുണ്ട്, ബാറിൽ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ ഈ ലഹരി ഒരു കള്ളു കുടിച്ചതിൻ്റെ പേരിൽ ഇത്രയും സമയം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു ക്രൂരതകളൊക്കെ ഇങ്ങനെ നടത്തി വരാൻ മാത്രം സമയം ഈ ലഹരി ഇങ്ങനെ നിൽക്കും ഒരു മനുഷ്യൻ, അറിയില്ല. അല്ലാഹു അഅലം. ഏതായാലും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ആ ഉപ്പയുടെ വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഉപ്പ കടം വീട്ടാൻ വേണ്ടി അവിടെ കഷ്ടപ്പെടുക. ഉപ്പയുടെ ബാധ്യതയൊന്നും അവന് ഒരു നിലക്കും വരില്ല എന്നൊക്കെയാണ് ആ ഉപ്പ പറയുന്നത്. ബാധ്യതകൾ ഒരുപാടുണ്ടെങ്കിലും അതൊന്നും തൻ്റെ മകന് ബാധിക്കുന്നതല്ല എന്ന് ഉപ്പ പറയുന്നു. ആ ഉപ്പ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി അവിടെ കടന്ന് കഷ്ടപ്പെടുന്നു. 7 വർഷമായി നാട്ടിലേക്ക് വന്നിട്ട്. എന്നിട്ടും അതിനിടയ്ക്ക് ഇവരങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. അവരടുത്ത കാലത്ത് ഉപ്പയുടെ അടുക്കിലേക്ക് പോയി മടങ്ങി വന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബമാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും ആർക്കൊന്നും പറയാൻ വേണ്ടി കഴിയുന്നില്ല. ആ ഉപ്പ ആ ഉപ്പയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തന്നെയാണ്. ഉപ്പ എന്തോ വലിയ പ്രശ്നത്തിൽ, സാമ്പത്തിക ബാധ്യതയിൽ അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുക. ആ ഒരു വിഷമത്തിൽ അവിടെ നിൽക്കുന്ന ഉപ്പയുടെ ചെവിയിലേക്ക് എത്തുന്നത് തൻ്റെ മകൻ തൻ്റെ ഉമ്മയെയും ചെറിയ മകനെയും ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും ഒക്കെ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ ആ ഉപ്പയുടെ മനസ്സിനുണ്ടാവുന്ന വേദനയും മറ്റുമൊക്കെ എത്രയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, സമാധാനം നൽകട്ടെ. ആ മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.